ഫ്രണ്ട്സ്, പുതിയ വീഡിയോയുടെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ചെറിയ വ്ളോഗാണ്. വ്ളോഗൊന്നും പറയാൻ പറ്റില്ല, ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ഡേറ്റ് എന്ന് പറയുന്നത് 30-ാം തീയതി ആയിട്ടുണ്ട്. നാളെയാണ് മഹാനവമി വരുന്നത്. അപ്പോൾ ഇന്നലെയാണ് തോന്നുന്നു പൂജയപ്പങ്ങാൻ, അല്ല ഇന്നാണ് കേട്ടോ പൂജയപ്പം. അല്ല ഇന്നലെയാണ് കലണ്ടറിലൊക്കെ കാണിക്കുന്നത്, പക്ഷെ ഈ കലണ്ടറിൽ കാണിക്കുന്നില്ല. എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരമാണ് പുസ്തകം പൂജ വെപ്പെടുക്കേണ്ടതെന്ന്. നമ്മൾ ഇന്നലെ തന്നെ പുസ്തകം പേപ്പർ വെച്ച് പൊതിഞ്ഞ് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പുസ്തകം പേപ്പറൊക്കെ വിരിച്ച് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഫുൾ വ്ളോഗായിരിക്കും കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പം അതായത് പകലാണ് കേട്ടോ, ഇന്ന് പകലാണ് ഇത് എടുക്കുന്നത്. ഞാൻ രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 12:50 ആയിട്ടുണ്ട്. ഇതാകണ്ടോ, നാളെയാണ് മഹാനവമി. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് വിജയദശമി, ഗാന്ധി ജയന്തി എന്നൊക്കെ പറയല്ലേ. അതാണ് നാളെ, മറ്റന്നാള്. അപ്പോൾ നാളെയാണ് മഹാനവമി. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കൊളാക്കുന്നില്ല. അപ്പം നമുക്ക് നിലവിൽ പോവാം. ഗൈസ്, ഞാൻ വ്രതം എടുത്തിട്ടോണ്ട് അമ്മ എന്തോ ഒരു സ്പെഷ്യൽ കറി ആക്കുന്നുണ്ട്. വ്രതം എടുത്തോണ്ട് നമുക്ക് ചിക്കനും മീനൊന്നും കൂട്ടാൻ പാടില്ലല്ലോ. അപ്പം അമ്മ ചിക്കനും മീനൊന്നും അല്ലാണ്ട് വേറെ എന്തോ കാര്യമായിട്ട് ആക്കുന്നുണ്ട്. അച്ഛൻ സാധനങ്ങളൊക്കെ എന്തോല്ലോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ താഴേക്ക് പോയി നോക്കാട്ടോ. ഞാൻ എൻ്റെ ഫോൺ ഹോൾഡറിൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് നോക്കാം നമുക്ക്. എന്തോ കാര്യമായിട്ടുള്ള കറിയാക്കൽ പരിപാടിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇതുണ്ട് ഗൈസ്, ഇത് മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പട്ടാണിക്കടല മസാലക്കറി. ഞാനങ്ങനെ നമ്മുടെ മസാലക്കറിയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. അധികമില്ല, ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പം ഞാനിനി എൻ്റെ പൂജാമുറി കാണിച്ചു തരാം. ഒരു ഷോക്കേസ് പോലത്തെ പൂജാമുറിയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൂജയോടനുബന്ധിച്ചിട്ട് നമ്മുടെ വിളക്കുകളൊക്കെ നമ്മൾ കഴുകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതാണ്. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് മറക്കാതെ സപ്പോർട്ട് ചെയ്യണം, കാണാതെ പോകരുത് കേട്ടോ. എന്തായാലും കണ്ടേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ പൂജാമുറി. ഇതാണ് കേട്ടോ എൻ്റെ ബുക്ക്. ഇപ്പുറത്ത് കാണുന്നതാണ് ഏച്ചിയുടെ ബുക്ക്. ഞാൻ ബുക്ക് പൊതിയുന്നുണ്ട്. നമ്മുടെ നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്. നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ ബുക്ക് കൊടുക്കുന്നുണ്ട്. അതിനായിട്ടാണ് കേട്ടോ ഞാൻ ബുക്ക് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചി കൊടുക്കുന്നില്ല, ചേച്ചി ഇവിടെ തന്നെ വെച്ചിട്ട് പൂജിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചി ഇവിടെ തന്നെ വെച്ച്, പിന്നെ ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് പിന്നെ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ പൂജാമുറി. ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടിയിട്ടുള്ള ഒരു ഷോക്കേസാണ്. പൂജാമുറിനോട് അനുബന്ധിച്ചുള്ള ഷോക്കേസാണ്. പൂജാമുറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഷോക്കേസ്, അത്രയേ ഉള്ളൂ. നമ്മൾ പൂജിക്കാൻ വെച്ച ബുക്കിനോടൊപ്പം നമ്മൾ പെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈച്ചയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ എൻ്റെ കയ്യിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മാറിപ്പോവാതിരിക്കാൻ.
ഇനി നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പം ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, ഉറങ്ങിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണ് കണ്ടാലറിയാം കുറച്ച് ഉറങ്ങിയിട്ടോ. ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല, ഞാൻ കുറച്ച് മെല്ലെയാണ് കേട്ടോ പറഞ്ഞത്. കാരണം എന്തെന്ന് വെച്ചാൽ അമ്മ അവിടെ ഉറങ്ങുകയാണ്, ചേച്ചി ഇവിടെ ഉറങ്ങുകയാണ്, അച്ഛനും അവിടെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്. ഇപ്പോൾ 5 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ മെല്ലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അവർ ഞാൻ എണീറ്റാൽ പിന്നെ എനിക്ക് ചീത്തയായി. പിന്നെ ഞാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ. അപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ നേരത്തെ കുളിച്ചുകൊണ്ട് ഇപ്പോൾ കുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കാനാണ്. ഞാൻ കുറച്ച് നേരത്തെ എണീച്ചു, ഒരു 4:40 ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത് ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ഞാനധികം നീട്ടുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് നേരെ പോകണം, അമ്പലത്തിലേക്ക് പോകണം. നമ്മുടെ പൂജ വെപ്പല്ലേ, അപ്പോൾ ഇന്ന് വൈകുന്നേരമല്ലേ വെക്കേണ്ടത്. അപ്പോൾ 5-6 മണിക്ക് നമ്മൾ റെഡിയായിട്ട് പോകും അങ്ങോട്ട്, എന്നിട്ട് വെക്കും. ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സാധ്യത ഉണ്ടാവില്ല, ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ് നീട്ടുന്നില്ല, ഒരുപാട് ലെങ്ത് ആവണ്ട. അപ്പോൾ ഞാൻ റെഡിയായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്ന സീനുണ്ടാവില്ലേ, ആ സീനിലിപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റെഡി ആയിട്ടുണ്ട്. റെഡിയെന്ന് അങ്ങനെയൊന്നുമല്ല, ഞാൻ വെറുതെ റെഡി ആയതാണ്. റെഡിയെന്നൊന്നുമില്ല, ഒരു പൊട്ട് മാത്രം വെച്ചത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം സ്പെഷ്യൽ നമ്മുടെ പൂരി ആക്കുന്നുണ്ട് കേട്ടോ. പൂരി നമ്മുടെ പാനിപൂരി ഒന്നുമല്ല കേട്ടോ, സാധാ പൂരി ഇല്ലേ, നമ്മുടെ ദോശ പോലത്തൊരു സാധനം, അപ്പം പോലത്തൊരു സാധനം, നമ്മുടെ പൂരി. അതെല്ലാവർക്കും അറിയാമായിരിക്കും. അതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ടി വരില്ല, പക്ഷെ എന്നാലും ഞാനൊന്ന് ഇവിടെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോയിട്ടാകുമ്പോഴേക്ക് അതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസും അതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാലക്കറി ആക്കിയ പോലെ തന്നെ അവർ പകുതിയായിട്ടും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പരത്തുന്ന പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ പരത്തുന്ന പരിപാടി നമുക്ക് താലേക്ക് പോവാം. 5 മണിയായിട്ടുണ്ട്, 5 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ താലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും എണീച്ചു, ഇനി ചേച്ചി മാത്രമേ ഉള്ളൂ എണീക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടകൾ. ഇതിൽ നമുക്ക് ഇത് ഇത്ര പോരാ, കുറച്ച് നല്ലോണം വേണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങളില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ലോണം പൂരി വേണം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടിയും പൂരി ആക്കുന്നുണ്ടേ. അപ്പോൾ പൂരി എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. റവ, ഗോതമ്പ്, പിന്നെ മൈദ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള കൂട്ടാണ് ഇതിലുള്ളത്. പിന്നെ നമ്മൾ എണ്ണയും പിന്നെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ ഇങ്ങനത്തെ ഒരു കോയമ്പ് പോലെ ആയിട്ടുണ്ട്. സോറി ഗൈസ്, കോയമ്പല്ല കേട്ടോ, ഒരു സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ. ഇതുണ്ടല്ലോർത്തി നമ്മളിതാ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ രാത്രി ആകുമ്പോഴേക്ക് അവരവിടെ ലൈറ്റൊക്കെ സെറ്റാക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ അന്നേ ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയത്തെ വ്യൂ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത്. അങ്ങനെ നമ്മൾ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ കിഴങ്ങ് പൊരിയാണ് ആക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, ഇത് ചക്കരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടാറ്റോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഈ മാവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ.
എൻ്റെ ബുക്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പൂജക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് ഈ ഒരു ഡ്രസ്സിലായിട്ട് ഞാൻ ഇടുന്നത് വേറെ ഡ്രസ്സാണ്. അപ്പോൾ വേറെ ഡ്രസ്സ് ഇടാം ഗൈസ്. അങ്ങനെ നമ്മളെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മൊത്തം കാണാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലുതായിട്ടൊന്നും ഒരുങ്ങുന്നില്ല. ഒരു പൊട്ട് മാത്രം വെച്ചിട്ടുണ്ട്, രാവിലത്തെ പൊട്ട്. പിന്നെ നമ്മൾ മുടി അയച്ചിടുകയാണ്. നമ്മൾ പുസ്തകം കൊണ്ട് കൊടുത്ത വാട് തന്നെ വരുന്നുണ്ട്. അതിന് നമ്മൾ എന്താണ് ഇതൊന്നും നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് റെഡിയൊന്നും ആവുന്നില്ല. കുഞ്ഞ് റെഡിയാണ് കേട്ടോ. ഇങ്ങനെ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ പുസ്തകം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് കാണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് കഴിക്കണം. ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറൊക്കെ കഴിക്കണം. അപ്പോൾ ഗായ്സ്, ഞാനിതാ ഈ ഒരു വ്ളോഗ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പണി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യട്ടെ ഞാൻ വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ മഹാനവമിയാണ്. അതിൻ്റെ വീഡിയോയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കാണാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം. ചച്ചാ.